ഇത് യാത്ര ചെയ്യുമ്പോൾ, സംഖ്യാപുസ്തകം 4-ാം അധ്യായം, when ready to travel, യാത്ര ചെയ്യുമ്പോൾ, സംഖ്യാപുസ്തകം 4:13-14 വരെ അവിടെ വായിക്കുന്നുണ്ട്, അവർ യാഗപീഠത്തിൽ നിന്ന് വെണ്ണീർ നീക്കി അതിന്മേൽ ഒരു ധൂമ്രശീലം, പർപ്പിൾ ക്ലോത്ത്സ് വിരിക്കണം. അവരതിന്മേൽ ശുശ്രൂഷ ചെയ്യേണ്ടുന്ന ഉപകരണങ്ങളായ കലശം, മുൾക്കൊളുത്ത്, ചട്ടുകം, കലം എന്നിവയും യാഗപീഠത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും അതിന്മേൽ വെക്കണം. തകശുതോൽ കൊണ്ടൊരു വിരി അതിന്മേൽ വിരിക്കുകയും തണ്ട് ചെലുത്തുകയും വേണം. പാളയം യാത്ര തുടരുമ്പോൾ അഹരോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങൾ ഒക്കെയും മൂടി തീർന്ന ശേഷം കഹാത്യർ ചുമപ്പാൻ വരണം. കഹാത്യരാണ് അത് ചുമന്നത്. കഴിഞ്ഞ ദിവസം നമ്മളത് പഠിച്ചു. ഓരോരുത്തർക്കും ജോലി കൊടുത്തു. കഹാത്യര് ആ യാഗപീഠം എടുത്തുകൊണ്ട് പോവുകയാണ്. ആദ്യം പർപ്പിൾ ക്ലോത്ത് കൊണ്ട് മൂടി, പിന്നീട് ചട്ടുകങ്ങളും ഷവൽസും ബവൽസും മുൾക്കൊളുത്തുകൾ യാഗപീഠത്തെ അകത്തുള്ള മൃഗത്തെ അതിൻ്റെ മാംസകഷ്ണങ്ങളൊക്കെ തിരിച്ചിടുന്നതാണ്. അതിൻ്റെ ചാരങ്ങളൊക്കെ കോരുന്നതാണ് ആ ഷവൽസ്. ആ ബവൽസ് ആ യാഗമൃഗത്തിൻ്റെ ചോര പിടിക്കുന്ന പാത്രമായിരുന്നു. അതിൻ്റെ ചട്ടികൾ ഈ ആഷസ് കോരിയെടുത്തിടുന്നതായിരുന്നു. അതിനുവേണ്ടിയുള്ള സാധനങ്ങളെല്ലാം യാത്ര ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്ത് ആ പർപ്പിൾ ക്ലോത്ത് വിരിച്ചിട്ട് അതിനകത്ത് വെച്ചിട്ട് തകിശുതോൽ കൊണ്ട് അതിനെ മൂടുകയാണ്. ആ തോളിൽ തണ്ടുകൾ ചെലുത്തിയിട്ടുണ്ട്. ആ തണ്ടുകൾ തോളിൽ എടുത്തുകൊണ്ട് ഈ കഹാത്തിരതിനെ ചുമന്നുകൊണ്ട് യാത്ര ചെയ്യും. പുറത്തുള്ളൊരു മനുഷ്യൻ നോക്കുമ്പോൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല. തകിശുതോൽ, ഗ്രേയിഷ് ബ്ലാക്ക് കളർ, ഇസ് നോട്ട് അറ്റ് ഓൾ അട്രാക്റ്റീവ്. ഈ ലോകത്തിലുള്ള മനുഷ്യന് അതിൻ്റെ വില മനസ്സിലാകില്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന് അതിൻ്റെ വില മനസ്സിലാകും. സെക്കൻഡ് ഓബ്ജക്റ്റ് ഇൻ ദ കോട്ട് ഈസ് ലാവർ, പിത്തളത്തൊട്ടി. ആ പിത്തളത്തൊട്ടി, ലാവർ. പുറപ്പാട് ദിവസം 30-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 30, 30-ാം അധ്യായം, അതിൻ്റെ 18 തൊട്ട് 21 വരെയുള്ള വാക്യം. 18 തൊട്ട് 21, 17 തൊട്ട് വാക്യം. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചെന്നാൽ, കഴുകേണ്ടതിനൊരു താമ്രത്തൊട്ടിയും അതിലൊരു താമ്രക്കാലും ഉണ്ടാക്കണം. അതിൻ്റെ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യേ വെക്കണം. അതിൽ വെള്ളം നിറയ്ക്കണം. അതെങ്കിൽ അഹരോനും അവൻ്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദേവനായം കഴിക്കണം യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുകയോ ചെല്ലുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. മരിക്കാതിരിക്കേണ്ടതിന്, അവർ മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം. അതവർക്ക് തലമുറ എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. എത്ര ഗൗരവമാണെന്ന് നോക്കിയേ. മരിക്കാതിരിക്കാൻ ആരാധിക്കുന്ന പുരോഹിതന്മാർ യാഗപീഠത്തിൽ വന്ന ശേഷം ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ അവർ മരിക്കാതിരിപ്പാൻ അവരുടെ കൈയും കാലും ദിനംതോറും കഴുകണം. ഈ പിത്തളത്തൊട്ടി, ഈ ലാബറിലെ വെള്ളത്തിനകത്ത്. ദൈവം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. 38-ാം അധ്യായം എടുത്താട്ടെ. 38-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. എന്തുകൊണ്ട് അത് നിർമ്മിക്കുന്നു? വാതിൽക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിൻ്റെ താമ്രക്കാലും ഉണ്ടാക്കണം. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളുടെ ദർപ്പണം, മിറർ കൊണ്ട്. ദൈവം ഓരോന്നും പറഞ്ഞു. എന്തിനാണ് ഇത് കണ്ണാടി കൊണ്ട്, സ്ത്രീകൾ മുഖം നോക്കുന്ന മിറർ ഉണ്ടാക്കാൻ പറഞ്ഞത്? ആ കാലത്ത് ഇന്നത്തെ പോലെ കണ്ണാടിയില്ല. ഇന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും 6 മുള കണ്ണാടി, മെറ്റലാണ്, ബ്രാസും മറ്റും വളരെ പോളിഷ് ചെയ്തിട്ട് അതിനകത്ത് സൂക്ഷിച്ച് നോക്കിയാൽ ഏതാണ്ട് നമ്മുടെ മുഖം കാണാം. ഇതിനകത്ത് നോക്കിയാലും ഏതാണ്ട് എൻ്റെ മുഖം കാണാം. ബ്രാസ് നന്നായിട്ട് മിനുക്കി ഈ സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകൾ. ഞാൻ ചോദിച്ചോട്ടെ, ഈ സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകൾ എന്തിനായി കണ്ണാടി കൊണ്ടവിടെ വന്നേക്കുന്നത്? വീട്ടിലിരിക്കുന്നവരുടെ കയ്യിലെ കണ്ണാടി അല്ല ദൈവം ഇവിടെ എടുത്തു പറഞ്ഞത്. സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളുടെ ദർപ്പണം കൊണ്ടുവരാൻ പറയണം. സ്ത്രീകളൊന്നും ഇതിനകത്ത് കയറി ശുശ്രൂഷിക്കുന്നില്ലെങ്കിലും ഇതിൻ്റെ ചുറ്റുപാട് കൊണ്ടോ അതിൻ്റെ മുന്നിലൊക്കെ വന്ന് നിൽക്കും. ശുശ്രൂഷിപ്പാനും അവർക്കും ഇവിടെ യാഗമർപ്പിക്കാനൊക്കെ കടന്നു വരാം. അവർ കണ്ണാടിയുണ്ട് അവരുടെ കയ്യിൽ. സ്ത്രീകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നു കണ്ണാടിയില്ലേ? ഒരു ദിവസം എത്ര നേരം കണ്ണാടിയുടെ മുന്നിൽ നിൽക്കും ഇല്ലേ? ഹൈലി പോളിഷ്ഡ് മിററാണ് ഈ ബ്രാസ്. ഇവിടെ എടുത്തു പറഞ്ഞു, അവരുടെ മുഖം നോക്കുന്ന
സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ സേവ ചെയ്യുന്ന ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, എസ്പെഷ്യലി സിസ്റ്റേഴ്സ്, പ്ലീസ് അണ്ടർലൈൻ ദാറ്റ്. ദൈവ ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് അടുത്ത് വരുന്ന സ്ത്രീകൾ, സേവ ചെയ്യുന്ന സ്ത്രീകൾ, ശുശ്രൂഷിക്കുന്ന സ്ത്രീകളുടെ മുഖം നോക്കുന്ന കണ്ണാടി ദൈവത്തിന് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അവരെന്തിനാ കണ്ണാടി കൊണ്ട് അവിടെ വന്നേ? ഈ കൂടാരത്തിന് മുന്നിൽ എന്തിനാ കണ്ണാടി കൊണ്ടുവന്നേ? ഈ സഹായിപ്പാൻ കടന്നു വരുമ്പോൾ തങ്ങളെ തന്നെ ഒന്ന് ഒരുക്കി വൃത്തിയാക്കി കുറച്ചുകൂടെ സൗന്ദര്യമുള്ളവരാക്കി ആ ദൈവസന്നിധിയിൽ അവിടെ സേവ ചെയ്യാനായിട്ട് അവർ കടന്നു പോകുക. ദൈവം പറഞ്ഞു, വേണ്ട, നീ എൻ്റെ അടുക്കൽ വരുമ്പോൾ നീ നിന്നെ തന്നെ സുന്ദരിയാക്കണ്ട, നീ മുഖം നോക്കുന്ന കണ്ണാടി കൊടുക്ക്. അത് നിനക്ക് ശുദ്ധീകരണം വേണം. ആ ശുദ്ധീകരണത്തിന് വേണ്ടി പാത്രം ഉണ്ടാക്കാൻ കൊടുക്കാൻ പറഞ്ഞു. God is looking at the inward cleansing of people. ഇത് തന്നെയല്ലേ പത്രോസ് എഴുതിയത്? പുറമേയുള്ള അലങ്കാരമല്ല, അകമേയുള്ള അലങ്കാരം. നോക്ക്, അവരുടെ വാനിറ്റിക്ക് വേണ്ടി, അവരുടെ ബാഹ്യമായ മഹത്വത്തിന് വേണ്ടി കൊണ്ടു നടന്ന കണ്ണാടികൾ ദൈവസന്നിധിയിൽ സേവ ചെയ്തപ്പോൾ തങ്ങളെ തന്നെ കുറച്ചുകൂടെ സൗന്ദര്യമുള്ളവരായി, അവിടെ വൃത്തിയുള്ളവരായി, അല്ലെങ്കിൽ ആ വിധത്തിൽ കടന്നു ചെല്ലുവാൻ അവർ കൊതിച്ചപ്പോൾ ആ കണ്ണാടികളാണ് ദൈവം അവരോട് ചോദിച്ചത് കൊടുക്കുവാൻ, ഈ ലാവർ ഉണ്ടാക്കാൻ. എത്ര വിലപ്പെട്ട സത്യങ്ങളാണ് തരുന്നത്. ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ there is no need of any adornment. യാതൊരു അലങ്കാരവും ദൈവം ആഗ്രഹിക്കുന്നില്ല. They can come before him as if they are. അവരെങ്ങനെയായിരിക്കുന്നു അതുപോലെ അവർക്ക് കടന്നു വരാം. They can come before God. ഇനി നമുക്ക് നോക്കാം 40-ാം അധ്യായത്തിന്റെ പുറപ്പാട് 40-ന്റെ അതുകൂടെ നോക്കിയേക്കാം. 40-ന്റെ 30 തൊട്ട് 32 വരെയുള്ള വാക്യം. 40-ന്റെ 30 തൊട്ട് 32 വരെയുള്ള സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും നടുവിൽ അവർ തൊട്ടിവെക്കുകയും കഴുകേണ്ടുന്നതിലെ വെള്ളം ഒഴിക്കുകയും ചെയ്തു. മോശയും അഹരോനും അവന്റെ പുത്രന്മാരും അതിൽ കൈയും കാലും കഴുകി. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴും യാഗപീഠത്തിൽ ചെല്ലുമ്പോഴും കൈകാലുകൾ കഴുകും. യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. സോന്മാരെ, ഇത് തരുന്ന അർത്ഥം എത്ര വലുതാണ്. ഒന്നാമത് നമ്മൾ ഓർത്തു, സ്ത്രീകൾ ദൈവസന്നിധിയിൽ സേവ ചെയ്ത സ്ത്രീകൾ മുഖം നോക്കുന്ന ദർപ്പണമാണ്, കണ്ണാടികളാണ്. ഇതുണ്ടാക്കാൻ കൊടുക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടത്. ഞാൻ ഓർപ്പിച്ചു, ഇസ്രയേൽ സീനായി പർവ്വതത്തിന്റെ അടിവാരത്തിൽ തന്നെയാണ്. ഈജിപ്തിൽ നിന്ന് പോന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. 6 മാസം കൊണ്ട് ഇതുണ്ടാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം അവരോട് പറഞ്ഞു കൊടുത്തു. അടുത്ത 6 മാസം അവരത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, എത്രയോ സ്ത്രീകൾ അതിൻ്റെ മുന്നിൽ വന്നു കാണും. എത്രയോ സ്ത്രീകൾ. ഒന്ന് ആലോചിക്കണം, അടിമകളായി കിടന്നവരെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തിനൊരു മന്ദിരം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അവിടെ സേവ ചെയ്യുവാനും മറ്റും എത്രയോ സ്ത്രീകൾ അവിടെ വന്നു കാണും. അവരുടെ കരങ്ങളിലെ കണ്ണാടികൾ ദൈവം ആവശ്യപ്പെട്ടു തരുവാൻ. ആ കണ്ണാടികൾ ദൈവം മേടിച്ചു. അത് 6 മാസം കൊണ്ട് ഇതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചപ്പോൾ ഈ ലാബറും ഉണ്ടാക്കി. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ലാബറിൻ്റെ ഡൈമെൻഷൻ പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ ഫോം പറഞ്ഞിട്ടില്ല, ഏത് വിധത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ ഷേപ്പ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാ പല ചിത്രങ്ങൾ നോക്കിയാലും പല വിധത്തിലായിരിക്കുന്നത്. ഇതിൻ്റെ കാലെങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എപ്പോഴും ഇത് പറയുമ്പോൾ അതിൻ്റെ കാലിനെ കുറിച്ച് പറയുന്നു, അതിൻ്റെ ബേസിനെ കുറിച്ച്. ഇതെങ്ങനെ ക്യാരി ചെയ്യണമെന്നുള്ളത് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ദൈവം അത് പറയാഞ്ഞത്? മറ്റോരോ ഉപകരണങ്ങളുടെയും കൃത്യത പറയുമ്പോൾ, അപ്പം നമ്മൾ യാഗപീഠം പഠിച്ചപ്പോൾ ഓർത്തു, അത് 5 മുഴം നീളം, 5 മുഴം വീതി, 3 മുഴം ഉയരം വേണം. ഇതിൻ്റെ അങ്ങനെ ഡൈമെൻഷൻ പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ ഷേപ്പ് പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ കാലെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല, ഇതെങ്ങനെ എടുത്തോണ്ട് പോകണമെന്നും പറഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ദൈവം പറയാതിരുന്നത്? ഈവൻ ദറ്റ് സൈലൻസ് സ്പീക്സ് ടു അസ്. ദൈവം എന്തുകൊണ്ട് പറയാതിരുന്നു എന്നുള്ളത് ദൈവം നമ്മോട് സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് സംസാരിക്കാതിരുന്നത്? ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. ഭൂമിയിലായിരിക്കുമ്പോൾ ഇത് ആവശ്യമാണ്. അതൊരിക്കലും ഭൂമിയിൽ നിന്ന് മാറ്റാൻ ദൈവം ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് അതിനെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് ദൈവം വെളിപ്പെടുത്തിയില്ല. അതിൻ്റെ ഡൈമെൻഷൻ പറഞ്ഞില്ല. അതിൻ്റെ കാരണം നമുക്ക് പിന്നീട് ചിന്തിക്കാം. അവരോട് പറഞ്ഞു, കൈകാലുകൾ കഴുകണം, ഇതിനകത്ത് വെള്ളം നിറയ്ക്കണം. നമ്മൾ ഓർക്കണം, കണ്ണാടി കൊണ്ട്, ബ്രാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുക. ഇതിൻ്റെ അടുക്കൽ വരുമ്പോഴൊക്കെ അവരുടെ അഹരോന്റെയും പുത്രന്മാരുടെയും പുരോഹിതന്മാരുടെ കരങ്ങളിലോ കാലിലോ ചെളിയുണ്ടെങ്കിൽ അതിൽ പ്രതിഫലിച്ച് കാണുമായിരുന്നു. ആ വെള്ളം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചിത്രമാണ്. ഇത് മനസ്സിലാക്കി തരാൻ എളുപ്പമായിട്ടുള്ള ഭാഗം നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ
അന്ത്യ അത്താഴ സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞ ഭാഗമാണ്. ആ ഭാഗം ഒന്ന് എടുത്തിട്ട് നമുക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം. എത്ര മനോഹരമായിട്ടാണ് ആ ഭാഗം പറഞ്ഞെന്ന് നോക്കിയേ. അവിടെ കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ അടുത്തിയെന്നു. അന്ത്യ അത്താഴ സമയം. ആ കാല് കഴുകുവാൻ അടുത്തിയെന്നപ്പോൾ പത്രോസിന്റെ കാല് കഴുകുവാൻ ശ്രദ്ധിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, നീ എൻ്റെ കാല് കഴുകില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ 6-ാം വാക്യം. ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവനവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നു എന്ന് പറഞ്ഞു. യേശുവിനോട്, ഞാൻ ചെയ്യുന്ന ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ നീ അറിയും. നീ ഒരു നാളും എൻ്റെ കാൽ കഴുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമെന്ന് പറഞ്ഞു. 10-ാം വാക്യം. യേശുവിനോട് കുളിച്ചിരിക്കുന്നവർക്ക് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവർ മുഴുവനും ശുദ്ധിയുള്ളവർ. ഒന്ന് നോക്കിയാട്ടെ, ഈ ലാവർ ഉപയോഗിച്ചിരിക്കുന്നത് 2 കാര്യത്തിനാണ്. ഈ പിത്തളത്തൊട്ടി വചനം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ 2 കാര്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, വേണമെങ്കിൽ എടുത്ത് വായിച്ചു കൊള്ളുക. ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, പുരോഹിതന്മാരുടെ കരപൂരണ ദിവസം, കോൺസിഗ്രേഷൻ. ലേവ്യ പുരോഹിതന്മാരെ, അഹരോനെയും പുത്രന്മാരെയും പുരോഹിതന്മാരാക്കുമ്പോൾ ആദ്യം ചെയ്തത് അവരെ കഴുകി. അവരെ നിന്നു കൊടുത്തേ ഉള്ളൂ, കുളിക്കുകയല്ലായിരുന്നു, അവരെ കഴുകുകയായിരുന്നു. വാഷിംഗ്. എത്ര വ്യക്തമായിട്ടാണ് തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-5 വാക്യം, പുനർജനന സ്നാനം, വാഷിംഗ് ഓഫ് റീജനറേഷൻ. വാഷിംഗ് ഓഫ് റീജനറേഷൻ, വീണ്ടും ജനനം എന്ന കഴുകൽ. ആ പുരോഹിതന്മാരാക്കുവാൻ മറ്റൊരാൾ അവരെ കഴുകുകയാണ്, അവർ നിന്നു കൊടുക്കുകയാണ്. നമ്മളെ കഴുകി വെടിപ്പാക്കി. യേശുക്രിസ്തു പറഞ്ഞു, നമ്മൾ വായിച്ചില്ലേ, കുളിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരാണ്, ഒരുത്തനല്ലതാനും. അവൻ ഇസ്കറിയോത്ത് യൂദയെക്കുറിച്ച് പറഞ്ഞതാണ്. കുളിച്ചിരിക്കുന്നവർക്ക്, ഈ പുരോഹിതന്മാർക്ക് പിന്നീട് എന്താ വേണ്ടത്? അവർ ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ, സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ, യാഗപീഠത്തിൽ ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ കൈയും കാലും കഴുകണം. എന്തിനു വേണ്ടി? മരിക്കാതിരിപ്പാൻ. ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ ഒരു ഡെയിലി വാഷിംഗ് ആവശ്യമായി കൈയും കാലും. ഈ കൈകാലുകൾ എന്തിനെ കാണിക്കുന്നു? കൈകൾ നമ്മുടെ പ്രവൃത്തിയും കാലുകൾ നമ്മുടെ നടപ്പിനെയും കാണിക്കുന്നു. ഈ ലോകത്ത് നമ്മൾ ശുദ്ധിയുള്ളവരാണെങ്കിലും നടക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ, വേല ചെയ്യുമ്പോൾ നമ്മളിൽ അഴുക്ക് പറ്റും. ഈ പുരോഹിതന്മാർ പോലും ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ, ഞാനിങ്ങനെ പറയട്ടെ, അവർ ഇത് മുഴുവൻ തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാ. ഇതിന്റെ പലകൾ തങ്കമാണ്, ഇതിനകത്തുള്ള ഉപകരണങ്ങൾ മുഴുവൻ തങ്കമാണ്, ഇതിന്റെ പുറത്ത് പൊതിഞ്ഞിരിക്കുന്നത് കെരൂബുകൾ കൊണ്ട് നെയ്തെടുത്ത ആ മൂടിശീലയാണ് അതിനെ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കയറിയ മുഴുവൻ തങ്കമാണ്. യെറ്റ് their feet is in the sand. അവരുടെ കാലുകൾ എപ്പോഴും മണലിലാണ്. സ്വർഗതലത്തിൽ ഇരുത്തപ്പെട്ടു ഒരു തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഭവനത്തിൽ അവർ ശുശ്രൂഷിക്കുന്നെങ്കിലും അവരുടെ കാലുകൾ പൂഴിയിലാണ്. ആ കാലുകൾക്ക് കഴുകൽ ആവശ്യമാണ്. കർത്താവ് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ട്, കുളിച്ചിരിക്കുന്നവർക്ക് കാലുകൾ കഴുകാൻ മതി. ഞാൻ നിങ്ങൾക്ക് അറിയാതെ ചെളി പറ്റും. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം, 31-32 വാക്യം. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടില്ല, വിധിക്കപ്പെടുന്നെങ്കിലോ ലോകത്തോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ കർത്താവ് ബാലശിക്ഷ കഴിക്കുകയാണ്. കർത്തൃമേശയുള്ള ബന്ധത്തിൽ നമുക്കറിയാം, നമ്മെ തന്നെ വിധിക്കണം. ഇതേതുവായി നിങ്ങളിൽ അനേകര് രോഗികളും നിങ്ങൾ പലരും നിദ്ര പ്രാപിക്കുകയാണ്. അനേകർ നിദ്ര പ്രാപിക്കുന്നു. നിങ്ങൾ മരിക്കാതിരിപ്പാൻ ഈ കർത്തൃമേശ അലക്ഷ്യമായി പാപങ്ങളിൽ ഇരിക്കുമ്പോൾ ദൈവം ആവശ്യപ്പെടുന്ന യോഗ്യതയില്ലാതെ ചെയ്താൽ അത് ശരീരത്തിന് രോഗികളായി തീരുവാൻ, മരിക്കുവാനിടയായി മാറുന്നു. ഇവിടെ നോക്കുക, ഒരു പിത്തളത്തൊട്ടി ഈ യാഗപീഠത്തിനും താമ്ര യാഗപീഠത്തിനും ദൈവാലയത്തിൽ ആരാധനയ്ക്കായി കടന്നു പോകുന്നതിനും മധ്യത്തിൽ പിത്തളത്തൊട്ടി ദൈവം വെച്ചു. എന്തൊരു വലിയ സത്യമാണ് എന്നുള്ളതെന്ന് ഓർത്താട്ടെ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം. സൗന്ദര്യ കർത്താവിൻ്റെ വാക്കുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. നമുക്ക് മനസ്സിലാക്കുക മാത്രമല്ല, നമ്മൾ അന്യോന്യം, കർത്താവ് പറഞ്ഞു, നിങ്ങൾ അന്യോന്യം കാലുകളെ കഴുകുക. നമ്മൾ പരസ്പരം കാലുകൾ കഴുകുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ പിത്തളത്തൊട്ടിയിലെ വെള്ളം എവിടെ നിന്നാണ്? ഫ്രം വേർ? ഈ പിത്തളത്തൊട്ടിയിലെ വെള്ളം എവിടെ നിന്നാണ്?
ഞാൻ പറയുന്ന പാഠം കൂടെ എന്ന് എടുത്താട്ടെ. ഞാനിവിടെ ആവർത്തിച്ച് പറഞ്ഞു, കാരണം എൻ്റെ മനസ്സിൽ തങ്ങി നിന്നുകൊണ്ട് പറഞ്ഞതാണ്. പുറപ്പാട് ദിവസം 12-ാം അധ്യായം. ഞാൻ പറയുന്ന വാക്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്തു. ഇതൊരു വലിയ പാഠവും കൂടെ നമ്മൾക്ക് തരുന്നു. 2-ാം വാക്യം, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായ ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. അതിൻ്റെ 6 വാക്യം, ഈ മാസം 14-ാം തീയതി അതിനെ സൂക്ഷിക്കണം. ഇസ്രായേലിന്റെ കൂട്ടമെല്ലാം സന്ധ്യസമയത്ത് അതിനെ അറുക്കണം. അതിൻ്റെ രക്തം കുറയെടുത്ത് നിങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടലക്കൽ രണ്ടിന്മേലും കുറുമുടിമേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ മാംസം പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. നമ്മൾ ഓർക്കണം, പെസഹ കുഞ്ഞാടിനെ അറുത്ത രാത്രിയിൽ സംഹാരദൂതൻ അവിടെ കടന്നു വന്നു. അവർക്ക് രക്ഷ കൊടുത്തെന്ന് മാത്രമല്ല, ആ രാത്രി അവർ ഈജിപ്റ്റ് വിടുകയാണ്. 17-ാം വാക്യം, അതേ അധ്യായത്തിന്റെ 17-ാം വാക്യം, പുളിപ്പില്ല അപ്പത്തിന്റെ പെരുന്നാൾ ഈ ദിവസത്തെ തന്നെയല്ലോ ഞാൻ നിങ്ങളുടെ ഗണങ്ങളെ മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പെസഹ കുഞ്ഞാടിനെ അറുത്തു. ഈ മാസം നിങ്ങൾക്ക് മാണ്ടില 1-ാം മാസം 14-ാം തീയതി സന്ധ്യയ്ക്ക് പെസഹയെ അറുത്തു. അന്ന് ഈജിപ്തിൽ നിന്ന് അവർ പുറപ്പെട്ടു. 19-ാം അധ്യായം എടുത്ത് 19-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 19-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 19-ന്റെ 1-ാം വാക്യം, ഇസ്രായേൽ മക്കൾ മിസ്രയിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായി മരുഭൂമിയിലെത്തി. അവർ സീനായി മരുഭൂമിയിലെ 3-ാം മാസം എത്തി. ഇസ്രായേലിന്റെ മാസം 30 ദിവസങ്ങളാണ്. അപ്പോൾ 90 ദിവസം കഴിഞ്ഞപ്പോൾ, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് 90 ദിവസം കഴിഞ്ഞപ്പോൾ അവർ സീനായി മരുഭൂമിയിലെത്തി. ഇനി നമ്മൾ ഓർക്കണം, 24-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, 24-ന്റെ 18-ാമത്തെ വാക്യം, മോശയോ മേഘത്തിന്റെ നടുവിൽ പർവ്വതത്തിൽ കയറി. മോശ 40 പകലും 40 രാവും പർവ്വതത്തിൽ ആയിരുന്നു. സീനായി പർവ്വതത്തിൽ 90 ദിവസം കഴിഞ്ഞപ്പോൾ വന്നു. 40 ദിവസം കയറി. ആ പലക പൊട്ടിക്കേണ്ടി വന്നു. വീണ്ടും 34-ന്റെ 28, 34-ന്റെ 28, 34-ന്റെ 28 അവരവിടെ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയോ 40 പകലും 40 രാവും യഹോവയുടെ കൂടെ ആയിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിന്റെ വചനങ്ങൾ പലക എഴുതി കൊടുത്തു. Another 40 days. 3 മാസം കഴിഞ്ഞപ്പോൾ സീനായി പർവ്വതത്തിന്റെ അടിവാരത്തിൽ വന്നു. 90 ദിവസം കഴിഞ്ഞപ്പോൾ 40 ദിവസം പർവ്വതത്തിൽ, വീണ്ടും 40 ദിവസം. അപ്പം 90 അധികം 80. അപ്പം 90 അധികം 80 170 ദിവസമായി. ഒരു 10 ദിവസം കൂട്ടിയാൽ 180 ദിവസമായി. 180 days. 180 ഭാഗം 30, 6 മാസം. 6 മാസമായി. 6 മാസമായപ്പോൾ സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവം മോശയ്ക്ക് ഇതിൻ്റെ മാതൃകൾ മുഴുവൻ കാണിച്ച് ഇതെങ്ങനെ പണിയണമെന്നുള്ള ഡീറ്റെയിൽസ് മുഴുവൻ കാണിച്ചു. ഇനി 40-ാം അധ്യായം എടുത്ത്, 40-ാം അധ്യായം, 6-ാം മാസത്തിൽ അവർ പുറപ്പെട്ട 6 മാസമായപ്പോൾ അവർക്ക് ഡീറ്റെയിൽ കൊടുത്തു. പുറപ്പാട് ദിവസം 40-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, 40-17. അങ്ങനെ 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി തിരുനിവാസം നിവർത്തി. ആ വാക്യമുണ്ടോ? ഇറ്റ് കെയിം ടു പാസ് ഇൻ ദ ഫസ്റ്റ് മന്ത് ഇൻ ദ സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? 2-ാം വർഷം ആദ്യത്തെ മാസം തന്നെ സമാഗമ കൂടാരം കിളത്തി. എത്ര നാളെടുത്തു ഇത് പണിയാൻ? 6 മാസം എടുത്തുള്ളൂ. സീനായി പർവ്വതത്തിന്റെ അടിവാരത്തിൽ വന്ന് 80 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 6 മാസമായി. 6 മാസം കഴിഞ്ഞ് അവരിത് നിർമ്മിക്കാൻ തുടങ്ങി. 2-ാം വർഷം തുടങ്ങിയപ്പോൾ പണി തീർത്തു. 6 മാസം കൊണ്ട് ഇതിനെ മുഴുവൻ പണികൾ അവർ ചെയ്തു. ഇറ്റ് ടുക്ക് ഓൺലി 6 months. 6 മാസം അവരവിടെ പാർക്കുമ്പോൾ എന്താ ഭക്ഷിച്ചത്? സ്വർഗത്തിൽ നിന്ന് പൊഴിഞ്ഞു വന്ന മന്നയും കാടയും അവർ ഭക്ഷിച്ചു. അവരെവിടെ നിന്നാ കുടിച്ചത്? പാറയടിച്ച് പുറപ്പെട്ട വെള്ളം. അവിടെ വെള്ളമില്ലായിരുന്നു. പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളമാണ് അവർ കുടിച്ചത്. 1 കൊരിന്ത്യർ 10:4. ആ പാറ ക്രിസ്തുവായിരുന്നു, അടിക്കപ്പെട്ട പാറ. ആ പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളമാണ് ഇതിൻ്റെ അകത്ത് നിറച്ചത്. ഹി ഈസ് ദ വേർഡ്. അടിക്കപ്പെട്ട പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളം എന്നെ വളരെ ചിന്തിപ്പിച്ചു. 6 മാസം കൊണ്ട് നെയ്ത്തുകാരൻ്റെ പണികളായി അത്ഭുതകരമായ കാര്യങ്ങൾ ആ ഇസ്രായേൽ മക്കളുടെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതിൻ്റെ കാരണം അവരാദ്യ സ്നേഹത്തിൽ ജ്വലിച്ചു നിൽക്കുകയായിരുന്നു. ആദ്യ സ്നേഹത്തിൽ അവർ കത്തുകയായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭയെ നോക്കി. ഫസ്റ്റ് സെഞ്ചുറി ബിലീവേഴ്സ്
അവർ ആദ്യ സ്നേഹത്തിൽ കത്തി നിന്നപ്പോൾ ആ സുവിശേഷം ലോകത്തിൽ മുഴുവൻ എക്സ്പ്ലോഡ് ചെയ്ത് പരത്തി. ഇപ്പോഴോ ആ സ്നേഹമൊക്കെ അങ്ങ് പോയി, കർത്താവിനോടുള്ള സ്നേഹമൊക്കെ അങ്ങ് കുറഞ്ഞു. അതിൻ്റെ പരിണിത ഫലങ്ങൾ സഭ കാണുന്നു. ആദ്യ സ്നേഹത്തിൽ മുഴുകിയ ദൈവസഭ അപ്പോസ്തല പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ മഹത്വപൂർണമായ കാര്യങ്ങൾ. അതുപോലെ തന്നെ ആദ്യത്തെ 6 മാസം കൊണ്ട് ഈ ദൈവത്തിൻ്റെ ആലയം നിർമ്മിച്ചെടുക്കണമെങ്കിൽ അവരുടെ ആദ്യ സ്നേഹത്തിൽ അവർ ജ്വലിച്ചു നിൽക്കുകയായിരുന്നു. നിങ്ങളെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിപ്പാൻ ആവശ്യപ്പെട്ടു. സഹോദരന്മാരെ, ഈ പിത്തളത്തൊട്ടിയുടെ അളവ് പറഞ്ഞില്ല, ഈ പിത്തളത്തൊട്ടിയുടെ ചുവട് പറഞ്ഞില്ല. കാരണം ഈ ലോകത്ത് നമ്മൾ വസിക്കുമ്പോൾ അത് ആവശ്യമാണ്. അതിൻ്റെ അളവ് നമുക്ക് അറിഞ്ഞുകൂടാ, ഈ വചനത്തിൻ്റെ അളവ് നമുക്ക് അറിഞ്ഞുകൂടാ, ഇതുകൊണ്ട് ലഭിക്കുന്ന ശുദ്ധീകരണം നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു സത്യം നമുക്കറിയാം, അതിൽ വെള്ളം നിറച്ചിരിക്കുകയാണ്. യാഗപീഠത്തെങ്കിൽ ചെല്ലുന്നതിന് മുമ്പ്, ആരാധനയ്ക്ക് കയറുന്നതിന് മുമ്പ് അവരുടെ കൈകളും കാലുകളും കഴുകണമായിരുന്നു. ഈ വെള്ളത്തിൽ പുരോഹിതനെ ഒരിക്കൽ കഴുകി പുനർജനന സ്നാനം കൊടുത്തു. പുനർജനന സ്നാനം കൊടുത്തവർ വീണ്ടും മരിക്കാതിരിപ്പാൻ കൈകളും കാലുകളും കഴുകിക്കൊണ്ടിരിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, ഇവരുടെ ക്ലെൻസിങ്ങിന് 2 വസ്തുതകളുണ്ട്. യാഗപീഠത്തെങ്കിൽ ചോര, പിത്തളത്തൊട്ടിയിൽ വെള്ളം. ബ്ലഡ് ആൻഡ് വാട്ടർ. ബ്ലഡ് ആൻഡ് വാട്ടർ. ഓൺ ദ ഓൾട്ടർ ഇറ്റ് ഈസ് ബ്ലഡ്, ഇൻ ദ ലാവർ ഇറ്റ് ഈസ് വാട്ടർ. നമ്മുടെ ശുദ്ധീകരണത്തിന് ദൈവം തന്ന 2 വസ്തുതകൾ. കാൽവറി ക്രൂശിൽ അവൻ ചിന്തിയ രക്തം. എഫേസ്യർ 5 അധ്യായത്തിന്റെ 27 വാക്യം നമ്മെ ശുദ്ധീകരിപ്പാൻ അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എഫേസ്യർ 5:26 വചനത്താൽ അവൻ നമ്മളെ കഴുകി വെടിപ്പാക്കുന്നു. യെസ്, വണ്ടർഫുൾ ട്രൂത്ത്സ്. എത്ര അത്ഭുതമാണ് വചനം! ഇത് ദൈവവിശ്വാസ്യമല്ലെങ്കിൽ എങ്ങനെ പുതിയ നിയമത്തിൽ ഇതിന്റെ പൊരുൾ ഇങ്ങനെ വരും? 100% ദൈവവിശ്വാസ്യമാണ്. 100%. ഈ പഴയ നിയമം എഴുതി തന്ന ദൈവമാണ് പുതിയ നിയമത്തിൽ ഈ തിരുവചന സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. നാം ഓർക്കുക, നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ട് അവന്റെ മാർവ് കുത്തിയപ്പോൾ ചോരയും വെള്ളവും രക്തവും പുറപ്പെട്ടു. സമാഗമന കൂടാരത്തിന്റെ കോർട്ടിൽ ശുദ്ധീകരണത്തിനുള്ള 2 വസ്തുതകൾ: യാഗപീഠത്തെങ്കിലെ ചോരയും പിത്തളത്തൊട്ടിയിലെ വെള്ളവും. ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. അവരുടെ കൈകൾ എപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കണം. പുതിയ നിയമത്തിൽ വായിക്കുന്നു, വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുക. അവർ ഹാൻഡ് ഷുഡ് ബി ഓൾവേസ് ക്ലീൻ. ദൈവസന്നിധിയിൽ അടുത്തു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കരങ്ങൾ വിശുദ്ധിയുള്ളതായിരിക്കണം. ഇനി നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, ഇത് സ്വർഗത്തിന്റെ നിഴലാണെന്ന് നമ്മൾ കണ്ടു. വെളിപ്പാട് പുസ്തകം 15:2-3 വാക്യം. വെളിപ്പാട് പുസ്തകം 4:6 വാക്യം. അവിടെ വായിക്കുന്നത് എന്താ? വെളിപ്പാട് പുസ്തകം 4:6. അവര് വെളിപ്പാട് പുസ്തകം 4 അധ്യായം സ്വർഗത്തിന്റെ നിഴലും ദൃഷ്ടാന്തമായത് ശുശ്രൂഷ ചെയ്യുന്നു. വായിക്കുന്നു 4:6. സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടി കടൽ. സിംഹാസനത്തിന്റെ നടുവിൽ, സിംഹാസനത്തിന് ചുറ്റിലും 4 ജീവികൾ. സിംഹാസനം പളുങ്കിനൊത്ത കണ്ണാടി കടൽ. സ്വർഗത്തിന്റെ നിഴലായിരുന്നു ഇത്. 15 അധ്യായത്തിന്റെ 2-3 വാക്യത്തിലും വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 15:2-3 വാക്യത്തിൽ തീകളെന്ന പളുങ്കുകടൽ പോലെ ഒന്ന് മൃഗത്തും അതിന്റെ പ്രതിമയും പേരിന്റെ സംഖ്യയെ ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കിനരികിൽ നിൽക്കുന്ന ഞാൻ കണ്ടു. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാടും കുഞ്ഞാടിന്റെ പാടും ചൊല്ലിയത്: സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവും. സർവശക്തിയുള്ള രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യമുള്ളവ. കർത്താവേ, ആർ നിന്നെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏകപരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. സ്വർഗത്തിലെ പളുങ്കിനൊത്ത കണ്ണാടി കടലിൽ വിശുദ്ധന്മാർ നിന്നുകൊണ്ട് വീണകളെടുത്ത് അവനെ പാടി സ്തുതിക്കുമ്പോൾ ഇനിയും അവർക്ക് കഴുകേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ മരുഭൂമി യാത്രയിൽ നമ്മുടെ കാലിൽ പറ്റുന്ന ചെളികൾ, കൈകളിൽ പറ്റുന്ന ചെളികൾ കഴുകുവാൻ ദൈവം നമുക്ക് നൽകിയ വലിയ പ്രൊവിഷനാണ് ലാവർ. ദൈവവചനം വളരെ വ്യക്തമായ തിരുവചനത്തിൽ വായിക്കുന്നു. ഈ ദൈവവചനം, യാക്കോബിൻ ലേഖനം, 2 വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. യാക്കോബിൻ ലേഖനം 1 അധ്യായം പിത്തളത്തൊട്ടി എന്തിനെ കാണിക്കുന്നു? യാക്കോബിൻ ലേഖനം 1 അധ്യായം അതിൻ്റെ 23 തൊട്ടുള്ള വാക്യം. ഒരുത്തൻ വചനം കേൾക്കുകയെങ്കിൽ ചെയ്യാതായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവികമായി കണ്ണാടിയിൽ നോക്കുന്ന ആളോട് വെക്കുന്നു. നോക്കുക, വചനം വായിക്കുമ്പോൾ നമ്മുടെ ചെളികളെ മനസ്സിലാക്കി തരുമ്പോൾ അത് ചെയ്യാതിരുന്നാൽ
അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. ആ കണ്ണാടി ദൈവത്തിൻ്റെ വചനമാണ്. ആ കണ്ണാടി ദൈവത്തിൻ്റെ വചനമാണ്. എബ്രായലേഖനം 4:12, ഹീബ്രൂസ് 4:12. എനിക്കിഷ്ടമുള്ളൊരു വാക്യം, എബ്രായലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ദൈവജനത്തെക്കുറിച്ച് വീണ്ടും പറയുന്ന ആ ഭാഗം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. ഗോഡ്സ് വേർഡ്, ഗോഡ്സ് വേർഡ് അത് പ്രാണനെയും ആത്മാവിനെയും, സോൾ ആൻഡ് സ്പിരിറ്റിനെ ഡിവൈഡ് ചെയ്യും. സോൾ ആൻഡ് സ്പിരിറ്റ്, മനുഷ്യന്റെ സോളും സ്പിരിറ്റും ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. വാട്ട് ഈസ് നാച്ചുറൽ, വാട്ട് ഈസ് സ്പിരിച്വൽ. എൻ്റെ ചിന്തകളെല്ലാം സ്പിരിച്വൽ ആകണമെന്നില്ല. എൻ്റെ ചിന്തകളൊക്കെ നല്ല ചിന്തകളായിരിക്കാം, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫ്രം ദ സ്പിരിറ്റ് ഓർ സ്പിരിച്വൽ. ബട്ട് ദ വേർഡ് ഓഫ് ഗോഡ് വിൽ ഡിസേൺ ഇറ്റ്, ഡിവൈഡ് ചെയ്യും. യെസ്, സോൾ ആൻഡ് സ്പിരിറ്റ് ആസ് വെൽ ആസ് തോട്ട്സ് ആൻഡ് ഇൻസൈറ്റ്. ഈ ദൈവത്തിൻ്റെ വചനം കണ്ണാടിയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് തന്ന പ്രൊവിഷൻസ് എത്ര വലുതാണ്. നിരപ്പ് പ്രാപിപ്പാൻ താമ്രയാകപ്പെടും, ദിനംതോറുമുള്ള കഴുകലിന് എത്ര തൊട്ടേ ദൈവം